നമസ്കാരം. തൊഴിലാളി വർഗ പാർട്ടിയാണ് CPM എന്നാണ് വെയ്പ്പ്. ആ തൊഴിലാളി വർഗ പാർട്ടിക്ക് തലസ്ഥാന നഗരത്തിൽ 32 സെന്റിൽ 9 നിലകളിലായി പഞ്ചനക്ഷത്ര സൗകര്യങ്ങളോടെ ഒരു ആസ്ഥാന മന്ദിരം ഒരുങ്ങുകയാണ്. ഇപ്പോൾ നിലവിൽ അവർക്കൊരു ആസ്ഥാന മന്ദിരമുണ്ട്, AKG സെന്റർ. ഈ AKG സെന്റർ പഠന കേന്ദ്രമാക്കും എന്നാണ് പറയുന്നത്. എന്ത് പഠനമാണ് അവിടെ നടത്തുന്നത് എന്നതിനെ കുറിച്ചൊന്നും നമുക്ക് അറിവില്ല. എന്തായാലും 32 സെന്റിൽ 9 നിലകളിലായി അത്യാധുനിക സംവിധാനങ്ങളോടെയാണ് ഈ CPM-ന്റെ പുതിയ ആസ്ഥാന മന്ദിരം ഇപ്പോൾ ഉദ്ഘാടനം ചെയ്യാൻ പോകുന്നത്. അതായത് രാജ്യത്ത് തന്നെ മറ്റെല്ലാ രാഷ്ട്രീയ പാർട്ടികളെക്കാളും കിടപിടിക്കുന്ന രീതിയിലുള്ള ഏറ്റവും വലിയൊരു പാർട്ടി ആസ്ഥാന മന്ദിരം എന്നുള്ളൊരു ഖ്യാതി കൂടി പുതിയ ആസ്ഥാന മന്ദിരത്തിനുണ്ട്. AKG സെന്റർ എന്ന് തന്നെ ഈ ഒരു ആസ്ഥാന മന്ദിരത്തിന് പേര് ഇടണമെന്നാണ് പലരും പറയുന്നത്. പക്ഷേ അതിനൊരു തീരുമാനമായിട്ടില്ല. മിക്കവാറും ഇനിയിപ്പോ പിണറായി വിജയൻ സഖാവിന്റെ ഒരു കുടുംബ സ്വത്ത് പോലെയാണല്ലോ CPM എന്നുള്ള ഒരു പ്രസ്ഥാനം. ഇനി അദ്ദേഹത്തിന്റെ പേരോ മറ്റോ അതിന് നാമനിർദ്ദേശം ചെയ്യുമോ എന്നുള്ള കാര്യമൊന്നും അറിയില്ല. എന്തായാലും അതേക്കുറിച്ച് ഒരു തീരുമാനം എത്തിയിട്ടില്ല. ഇതിവിടെ കോൺഫറൻസ് ഹാളുകളും അതുപോലെ ഈ നേതാക്കന്മാർക്ക് താമസിക്കാനുള്ള സൗകര്യങ്ങളും ഭൂഗർഭാറകളും ഒക്കെ ഉണ്ടെന്നൊക്കെയാണ് പറയുന്നത്. ഈ തൊഴിലാളി വർഗ പാർട്ടിക്ക് എന്തിനാണ് ഇത്രയും വലിയൊരു കോടികൾ മുടക്കിയുള്ള ഒരു ആസ്ഥാന മന്ദിരം? അവിടെ ഒരു ആസ്ഥാന മന്ദിരമുണ്ട്, AKG സെന്റർ. അതുകൂടാതെ തന്നെ അവർക്ക് ദേശാഭിമാനി പത്രത്തിന് വേണ്ടിയിട്ട് അവിടെ നേതാക്കൾക്ക് താമസിക്കാനും മറ്റുമുള്ള സൗകര്യങ്ങളോട് കൂടിയ വലിയ കെട്ടിടങ്ങളുണ്ട്. അതുപോലെ NGO അസോസിയേഷൻ ഉണ്ട്, DYFIക്ക് പ്രത്യേകമുണ്ട്, SFIക്ക് പ്രത്യേകമുണ്ട്. അങ്ങനെ നിരവധി ചിന്ത മാഗസിന് മാസികയ്ക്ക് വേണ്ടിയിട്ട് അവിടെ അതിന് പ്രത്യേക ഓഫീസുണ്ട്. അത് മാത്രമല്ല, ഈ പുതിയ ആസ്ഥാന മന്ദിരത്തിനും AKG സെന്ററിനും തൊട്ടടുത്തായി തന്നെ അവിടെ മറ്റൊരു ഫ്ലാറ്റ് കൂടിയുണ്ട്. അതായത് മുതിർന്ന നേതാക്കൾക്കൊക്കെ താമസിക്കാൻ അത്യാധുനിക സംവിധാനങ്ങളോട് കൂടിയ ഒരു ഫ്ലാറ്റ് അവിടെയുണ്ട്. അതൊന്നും പോരാതെയാണ് ഇത്തരത്തിലൊരു ആസ്ഥാന മന്ദിരം കൂടി നിർമ്മിക്കുന്നത്. നോക്കൂ, എത്ര തൊഴിലാളികളുടെ, എത്ര സാധാരണക്കാരുടെ ചോരയും നീരും ജീവനും ജീവിതവും കൊണ്ടാണ് ഈ പറയുന്ന തൊഴിലാളി വർഗ പാർട്ടി ഈ ഒരു ആസ്ഥാന മന്ദിരം കെട്ടിപ്പൊക്കിയിരിക്കുന്നത്. എന്തിനാണ് ഇത്രയധികം ഒരു അത്യാധുനിക സംവിധാനമുള്ള ഒരു ആസ്ഥാന മന്ദിരം? ഇതൊക്കെ ചിന്തിക്കേണ്ടത് അണികളാണ്. 33 കൊല്ലത്തെ പശ്ചിമ ബംഗാളിന്റെ ചരിത്രമെടുത്ത് പരിശോധിച്ചാൽ അവിടെയും ഇതുതന്നെയായിരുന്നു സ്ഥിതി. അവിടെ ഇപ്പോൾ ആസ്ഥാന മന്ദിരങ്ങളൊക്കെ, അതായത് പാർട്ടി ഓഫീസുകളൊക്കെ വാടകയ്ക്ക് കൊടുത്തിരിക്കുകയാണ്. ട്യൂഷൻ സെന്ററിനും മറ്റ് വ്യാപാര സ്ഥാപനങ്ങളും ഒക്കെ നടത്താൻ വാടകയ്ക്ക് കൊടുത്തിരിക്കുകയാണ്. അവിടെ നിന്ന് കിട്ടുന്ന വരുമാനം കൊണ്ടാണ് അവിടെയുള്ള അന്തം കമ്മി നേതാക്കളൊക്കെ കഞ്ഞി കുടിച്ചു പോകുന്നത്. അപ്പോൾ കേരളത്തിലും ഇന്ന് സ്ഥിതി വ്യത്യസ്തമാകില്ല. കാരണം ഒരു പഞ്ചനക്ഷത്ര ഹോട്ടലിന്റെ സൗകര്യത്തോടു കൂടിയാണ് നിർമ്മിച്ചിരിക്കുന്നത്. എന്തായാലും ഈ പാർട്ടി കേരളത്തിലും തകർന്നുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളതിൽ യാതൊരു തർക്കവുമില്ല. അതിന്റെ കാരണം പാർട്ടി ചുരുങ്ങി പിണറായി വിജയൻ എന്നുള്ള ഏകാധിപതിയുടെ ചവിട്ടടിയിലേക്ക് വന്നു കഴിഞ്ഞിരിക്കുന്നു. ഇനി അതൊന്ന് ഒരു പൊട്ടൽ മാത്രമേ അവിടെ സംഭവിക്കാനുള്ളൂ. അതുകൂടി കഴിഞ്ഞാൽ ഈ പാർട്ടി നശിച്ച് നാമാവശേഷമാകും എന്നുള്ള കാര്യം ഉറപ്പാണ്. അപ്പൊ ഇതെല്ലാം മുന്നിൽ കണ്ടുകൊണ്ടാണ് ഇപ്പോൾ പഞ്ചനക്ഷത്ര ഹോട്ടലിന്റെ സൗകര്യങ്ങളോട് കൂടിയുള്ള വലിയൊരു ആസ്ഥാന മന്ദിരം നിർമ്മിച്ചിരിക്കുന്നത്. ഇനി പാർട്ടി തകർന്നു കഴിഞ്ഞാൽ പിന്നെ നേതാക്കൾക്കൊക്കെ ജീവിക്കാൻ മറ്റു മാർഗങ്ങൾ ഇല്ലാതാവുമല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് വാടകയ്ക്ക് കൊടുത്ത് പഞ്ചനക്ഷത്ര ഹോട്ടലാക്കുകയോ, എന്തായാലും ഇവർക്ക് പഞ്ചനക്ഷത്ര ഹോട്ടലൊന്നും നടത്തിക്കൊണ്ടു പോകാനുള്ള ഒരു കാര്യശേഷിയൊന്നുമില്ല. മറ്റുള്ള ഇപ്പൊ യൂസഫ് അലിക്കോ മറ്റോ, നമ്മുടെ കോവളം കൊട്ടാരം രവി പിള്ളയ്ക്ക് കൊടുത്തതുപോലെ ഈ യൂസഫ് അലിക്കോ മറ്റോ ഒരു ഹോട്ടലിനായി കൊടുത്തിട്ട് ഈ അന്തപുരികൾക്ക് അവിടെ നിന്നുള്ള വരുമാനം കൊണ്ടെങ്കിലും ജീവിക്കാമെന്നുള്ളൊരു കണക്കുകൂട്ടലോട് കൂടിയായിരിക്കും ഇവരൊക്കെ ഇത്തരത്തിൽ വലിയൊരു ആസ്ഥാന മന്ദിരം നിർമ്മിക്കുന്നത്. അപ്പോൾ ഇനി എന്തായാലും കണ്ടറിയാം ഈ ആസ്ഥാന മന്ദിരത്തിന്റെ ഗതി എന്താകുമെന്ന്. എന്തായാലും നമ്മുടെ നേതാക്കന്മാർ സുഖിക്കട്ടെ. പിണറായി വിജയനും MV ഗോവിന്ദനും ബാലനും ഒക്കെ അടക്കമുള്ള നേതാക്കന്മാർ സുഖിക്കട്ടെ. കാരണം അവരൊക്കെ ഒരുപാട് സമൂഹത്തിനും പാർട്ടിക്കും ഒക്കെ വേണ്ടി കഷ്ടപ്പെടുന്നവരാണ്. ഈ പറയുന്ന അണികളോട് എനിക്കൊന്നേ പറയാനുള്ളൂ, നിങ്ങൾക്കൊക്കെ ഈ പറയുന്ന ആസ്ഥാന മന്ദിരത്തിന്റെ 7 അയലത്ത് ചെല്ലാനുള്ള അവകാശവും സ്വാതന്ത്ര്യവുമില്ല. നിങ്ങളൊക്കെ വെറും അടിമകളാണ്, പാർട്ടിയുടെ അടിമകളാണ്. നിങ്ങളൊക്കെ ഈ പറയുന്ന പാർട്ടിയുടെ സമരത്തിനും പ്രതിഷേധത്തിനും ആളെ കൂട്ടാനും മുദ്രാവാക്യം വിളിക്കാനും രക്തസാക്ഷികളാകാനും മാത്രമേ നിങ്ങളെ പാർട്ടിക്ക് ആവശ്യമുള്ളൂ എന്നുള്ള കാര്യം ഇനിയെങ്കിലും നിങ്ങൾ മനസ്സിലാക്കുക.